നമസ്കാരം. നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഭക്ഷണം കഴിക്കണമെങ്കിലും കരച്ചിൽ നിർത്തണമെങ്കിലും ഇന്ന് മൊബൈൽ ഫോൺ നിർബന്ധമാണോ? ഫോൺ ഒന്ന് കയ്യിൽ നിന്ന് മാറ്റിയാൽ അവർ അക്രമാസക്തരാകുന്നുണ്ടോ? എങ്കിൽ സൂക്ഷിക്കുക, നിങ്ങളുടെ കുട്ടി മൊബൈൽ അഡിക്ഷൻ എന്ന അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിന്റെ സൈക്കോളജിക്കൽ വശങ്ങളെക്കുറിച്ചും ഇത് മാറ്റാനുള്ള 5 വഴികളെക്കുറിച്ചുമാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഫോൺ ഇല്ലാതെ പറ്റാത്തത്? ഇതിന് പിന്നിൽ ഒരു സൈക്കോളജിക്കൽ കാരണമുണ്ട്. നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ എന്നൊരു ഹോർമോൺ ഉണ്ടാകുന്നു. ഇത് കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു സന്തോഷം നൽകുന്നു. ആ സന്തോഷം വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടിയാണ് അവർ ഫോണിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കുട്ടി അഡിക്റ്റ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? വാശി. ഫോൺ മാറ്റുമ്പോൾ അമിതമായി ദേഷ്യപ്പെടുകയോ കരയുകയോ ചെയ്യുക. ശ്രദ്ധക്കുറവ്. പഠനത്തിലോ മറ്റു കാര്യങ്ങളിലോ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക. ഉറക്കമില്ലായ്മ. രാത്രി വൈകിയും ഫോൺ നോക്കുക, ഉറക്കത്തിൽ ഞെട്ടിയുണരുക. സാമൂഹിക വിമുഖത. മറ്റുള്ളവരോട് സംസാരിക്കാനോ കളിക്കാനോ താൽപ്പര്യമില്ലാതിരിക്കുക. ഇനി ഇത് എങ്ങനെ മാറ്റാം? തല്ലിയോ വഴക്കുപറഞ്ഞോ ഇത് മാറ്റാൻ നോക്കരുത്. പകരം ഈ 5 കാര്യങ്ങൾ പരീക്ഷിക്കൂ. മാതൃകയാവുക. ബി എ റോൾ മോഡൽ. നമ്മൾ ഫോൺ നോക്കിക്കൊണ്ട് കുട്ടികളോട് നോക്കരുത് എന്ന് പറയുന്നത് ഫലിക്കില്ല. കുട്ടികളുടെ മുന്നിൽ ഫോൺ ഉപയോഗം കുറയ്ക്കുക. ഡിജിറ്റൽ ഫ്രീ സോൺ. ഭക്ഷണമേശയിലും കിടപ്പുമുറിയിലും ഫോൺ പാടില്ല എന്ന നിയമം വീട്ടിൽ കൊണ്ടുവരിക. സമയം നിശ്ചയിക്കുക. സെറ്റിംഗ് ലിമിറ്റ്സ്. പെട്ടെന്ന് നിർത്താതെ ദിവസവും നിശ്ചിത സമയം മാത്രം, ഉദാഹരണത്തിന് 30 മിനിറ്റ് നൽകുക. ടൈമർ വെക്കുന്നത് നന്നായിരിക്കും. പകരമായി മറ്റൊരു വിനോദം. ഫോൺ മാറ്റുമ്പോൾ അവർക്ക് ബോറടിക്കും. ആ സമയത്ത് അവർക്കൊപ്പം കളിക്കാനോ കഥ പറയാനോ സമയം കണ്ടെത്തുക. വികാരങ്ങളെ മനസ്സിലാക്കുക. ഫോൺ നൽകാത്തപ്പോൾ അവർ കരയുകയാണെങ്കിൽ അവരോട് സംസാരിക്കുക. അവരുടെ സങ്കടം മനസ്സിലാക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. മൊബൈൽ ഫോൺ ഒരു ശാപമല്ല, പക്ഷേ അത് കുട്ടികളുടെ ലോകമായി മാറരുത്. ഈ മാറ്റം ഇന്ന് തന്നെ തുടങ്ങാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.